ഹലോ, ഞാൻ ലിബില്ലി. അപ്പം ഞാൻ ഇന്ന് ഒരു സിനിമ കണ്ടു, അതായത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. പടം ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു കോമഡി എൻ്റർടൈനറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം കോമഡി എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറയാൻ പറ്റുന്നത്. അത് കാര്യം പറഞ്ഞാൽ വ്യസന സമേതം ബന്ധുമിത്രാദികൾ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കുടുംബത്തിലുണ്ടാവണ എന്തെങ്കിലും വിഷമവും അങ്ങനെയൊക്കെ അത് വിചാരിക്കാൻ വേണമെങ്കിൽ. അതേപോലെ തന്നെയാണ്, അതൊരു മരണമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. പക്ഷെ ഒരിക്കലും മരിച്ച ആളുടെ അടുത്തോ അല്ല ഈ പടം മെയിനായിട്ടും നടക്കുന്നത് തന്നെ. അതായത് പുറമെയാണ്. അതായത് ഈ വാഴ സിനിമയിലൊക്കെ അഭിനയിച്ച പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, മറ്റേ ആകെ അറിയുന്ന സിജു അങ്ങനെ കണ്ട് ഒരു ഉരുളിയില്ലേ ഇന്നാള്. അവനും അതേപോലെ തന്നെ വണ്ണം ഉണ്ടായിട്ട്, അതായത് എന്നെ പോലെ തന്നെ കുറച്ചുകൂടി, എൻ്റെ അത്രയും വണ്ണമില്ല, എന്നെക്കാളും കുറച്ച് വണ്ണം കുറഞ്ഞിട്ടുള്ള ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയൊക്കെ ചെയ്തു വെച്ചാൽ കോമഡി എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. അതായത് ശരിക്കും മരണ വീട്ടിൽ വരുമ്പോൾ പുള്ളിനെ കൊണ്ട് പണി എടുപ്പിക്കുന്നതാണ് ആ പടത്തിൽ മെയിനായിട്ട് എടുത്ത് കാട്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ പടത്തിൽ അനശ്വര രാജൻ, പുള്ളിയുടെ അപ്പനായിട്ട് അസീസ്, അതേപോലെ തന്നെ നോബി വേറൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം എന്ന് പറഞ്ഞാൽ കോമഡി എന്ന് പറഞ്ഞാലേ ലെവല് കോമഡി. അതായത് ഒരു ഡീസൻറ്റ്, ഒരു മരണ വീട്ടിൽ പോയാൽ നമുക്ക് ഒരിക്കലും ഒരു ചിരി വരാത്തതാണ്. പക്ഷേ ആ മരണ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പടത്തിൽ മെയിനായിട്ടും കാട്ടുന്നത്. പിന്നെ ബൈജു ഒക്കെ ഗംഭീരമായിട്ട് പുള്ളിക്കാരെ ഒരു NSS കരയോഗ പ്രസിഡൻറ്റോ അങ്ങനെ കണ്ട പുള്ളി ചെയ്തതാണ്. പുള്ളിയുടെ അത് കൂടുതൽ ഞാൻ പറയല്ല. എന്തായാലും നിങ്ങൾ പടം പോയി കാണുക. പിന്നെ ഇത് വാഴയുടെ അതായത് വാഴ പിടിച്ചവരാണോ ഈ പടം പിടിച്ചേക്കണേന്ന് എനിക്ക് ശരിക്കും ഉറപ്പില്ല. എന്തായാലും വാഴയിൽ അഭിനയിച്ച കുറച്ച് പേരല്ല, 3/4 പേരും ഈ പടത്തിലുണ്ട്. എന്തായാലും കോമഡി ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ പറയണം. പിന്നെ ഇതിൽ മറ്റേ ഒളിമ്പിൻ അന്ത്യോണിയാദത്തിലെ ആ പയ്യനില്ലേ, ആ മറ്റേ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്ത് ചാർന്ന പയ്യൻ, ആ പയ്യനും ഇതിൽ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ റോള് കുഴപ്പമില്ല. അതായത് പടത്തിൽ നേരിട്ട് ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ നേരിട്ട് ബന്ധമില്ല. പക്ഷെ എന്നാൽ പടത്തിൻ്റെ ഒരു പ്രധാന കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും പടം തിയേറ്ററിൽ കാണാനുള്ള സംഭവം കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ കാര്യം, അതായത് ഒരു നിമിഷം പോലും ആ പടത്തിന് ലാഗെന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാനിന്ന് കണ്ട തിയേറ്ററിലായാലും അധികം ആൾക്കാരൊന്നുമില്ല. കാരണം ഈ പടത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അതൊക്കെ ആയിരിക്കുള്ളൂ. എന്തായാലും കോമഡി വേണ്ടവർക്ക് ഗംഭീരമായിട്ട് ആ പടത്തിന് കയറാം. കാരണം ഗംഭീര കോമഡിയാണ്. നമ്മൾ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഒരു നല്ലൊരു കോമഡി പടം കണ്ട് ഇറങ്ങി. അങ്ങനെയാണ് ഞാൻ കരുതണത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ പാട്ടുകൾ ഒന്നും അധികം ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ആ സിജു എന്ന് പറഞ്ഞാൽ എനിക്ക് പേര് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. എന്നാലും വാഴയിലെ മറ്റേ വാഴയിലെ അസീസിൻ്റെ മകനായിട്ട് അഭിനയിച്ച ഒരു പയ്യനില്ലേ, സിജു എന്ന് കണ്ട പേരെന്ന് എനിക്ക് തോന്നുന്നു. പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ പയ്യനൊക്കെ ചെയ്തു വെച്ചാൽ നല്ല രസമുണ്ട്. പുള്ളിയാണ് ഒരു ലീഡ് റോൾ എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിയാണ് പുള്ളി മനുഷ്യരെയാണ് ലീഡ് റോള്. അപ്പോൾ പിന്നെ കാണാം. പിന്നെ മറ്റേ ആ വണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞ പയ്യനില്ലേ വാഴയല്ല തന്നെ, ഇവരുടെ പുള്ളിയുടെ പേരും ഇപ്പം ഞാൻ ഇനിയിപ്പോൾ നോക്കേണ്ടി വരും, അതത്രേ ഉള്ളൂ. എന്തായാലും പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെയൊക്കെ ചില സമയത്ത് ടോണും കോമഡിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കല്ല എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ കയറി കാണാവുന്ന പടമാണ് ഈ വ്യസന സമേതം ബന്ധുമിത്രാദികൾ. എന്തായാലും കണ്ടു, നഷ്ടം വരില്ല ആ പടം കണ്ട. ശരി.